ഉപരാഷ്ട്രപതിയെ അപമാനിക്കുന്ന തരത്തിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറി നടത്തിയ പരാമർശത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യ ലൈവ് ഒന്നും പറയാത്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മളത് പ്രതികരിക്കാൻ ഇത്തിരി വൈകിപ്പോയി. കാരണം ചില ആളുകൾക്ക് മറുപടി കൊടുക്കുന്നതിനേക്കാളും നല്ലത് മറുപടി പറയാതിരിക്കുകയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആദ്യം നമ്മൾ പ്രതികരിക്കാനിരുന്നത്. പെട്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്, NSS എന്ന് പറയുന്നത് മഹാനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ 14 പേരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു വലിയ സാമൂഹ്യ സംഘടനയാണ്. അന്ന് അതിൻ്റെ പേര് നായർ ഭൃത്യ ജനസംഘം എന്നായിരുന്നു. 1914 ഒക്ടോബർ 31 ഈ മഹാനായ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ, ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ ഭൃത്യ ജനസംഘം രൂപീകരിക്കുന്നത്. സാമൂഹ്യ നവോത്ഥാനം തന്നെയാണ്. നായർ സമുദായത്തിൻ്റെയും പൊതുവിൽ ഹൈന്ദവ ഉന്നമനത്തിനു വേണ്ടിയാണ് NSS ഉണ്ടായത്. കാരണം ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വൈക്കം ക്ഷേത്രത്തിൽ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അറിയാമല്ലോ, വൈക്കത്തെ അന്ധകാരത്തോടിന് ഇപ്പുറത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ അവകാശമില്ലാത്ത ആളുകൾ സത്യാഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. സവർണർ ആവശ്യപ്പെട്ടു എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും വൈക്കം മഹാദേവൻ്റെ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാൻ, അവിടെ മഹാദേവനെ തൊഴുതു വണങ്ങാൻ, ആരാധിക്കാൻ അവർക്ക് അവസരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ നയിച്ച ആളാണ് മഹാനായ മന്നത്ത് ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇരുന്ന കസേരയിലാണ് പേര് പറഞ്ഞാൽ 4 വട്ടം വായ കഴുകേണ്ടുന്ന ചില വിദ്വാൻമാർ കയറിയിരിക്കുന്നത്. നോക്കൂ, 1914 ഒക്ടോബർ 31 ഈ NSSൻ്റെ ആദ്യ രൂപമായ നായർ ഭൃത്യ സംഘം ഉണ്ടാവുന്നത്, നായർ ഭൃത്യ ജനസംഘം ഉണ്ടാവുന്നത്. പക്ഷേ അത് പിറ്റേ വർഷം NSS ആയിട്ട് മാറി. അതിനുശേഷം സുകുമാരൻ നായരിലേക്ക് എത്തുമ്പോൾ NSSന് 5 ജനറൽ സെക്രട്ടറിമാരെ ഉണ്ടായിട്ടുള്ളൂ. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ മന്നത്ത് പത്മനാഭൻ, പിന്നീട് കിടങ്ങൂര്, അതിനുശേഷം ആരാധ്യനായ ബഹുമാന്യനായ PK നാരായണപ്പണിക്കരേട്ടൻ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ബാക്കിയുള്ളവരെക്കുറിച്ച് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് പണിക്കരേട്ടനെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്ന, എന്നോട് വലിയ വാത്സല്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു PK നാരായണപ്പണിക്കർ എന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ പലതവണ NSSൻ്റെ ബജറ്റ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച അവസാനത്തെ ബജറ്റ് പത്രസമ്മേളനം നടത്തുമ്പോൾ വല്ലപ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം വരുമ്പോൾ പണിക്കരേട്ടൻ്റെ വിഷ്വൽസ് കാണിക്കാറുണ്ട്. അവിടെ അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ വലതുഭാഗത്തൊരു നീല ഉടുപ്പിട്ട് ഞാൻ ഇരിപ്പുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ വരാറുണ്ട്. ഞാൻ അദ്ദേഹം അസുഖബാധിതനായി കിടക്കുമ്പോൾ ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ പലതവണ കണ്ടിട്ടുണ്ട്. ശയ്യാവലംബി ആയിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം എൻ്റെ കൈക്ക് മുറുകെ പിടിച്ചു. എന്നോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും കഴിച്ചോ? അരമുറി ദോശ കഴിച്ചു മോനെ എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ആ പെരുന്നയിൽ NSSൻ്റെ അവിടെ പോയിട്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ മുറിയുടെ പുറകിലൊരു ബെഞ്ചുണ്ട്, ഒരു ദിവസം അവിടെ ഒന്ന് കിടന്നാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം സത്യത്തിൽ NSS എന്നുള്ള മഹാപ്രസ്ഥാനത്തെ മന്നത്ത് പത്മനാഭൻ തുടങ്ങി കിടങ്ങൂരിലൂടെ വളർന്ന് വലുതായ പ്രസ്ഥാനത്തെ സമാരാധ്യമായ ഒരു സംഘടനയായി, നിരാക്ഷേപം ആർക്കും അഭിമാനത്തോടെ പറയാവുന്ന ഒരു സംഘടനയായി വളർത്തിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് നാരായണ പണിക്കരേട്ടൻ. അതിനുശേഷം പിന്നെ കുറച്ചു കാലം PV നീലകണ്ഠപിള്ള സെക്രട്ടറിയുടെ ചാർജിലിരുന്നു. 2011 മുതൽ ഈ മഹാൻ NSSൻ്റെ അമരത്തങ്ങനെ കയറിയിരിക്കുകയാണ്. നോക്കൂ, 1914 മാതൃസംഘടനയുണ്ടായി. 1915 NSS ആയി രൂപീകരിച്ചതിന് ശേഷം ഈ സംഘടനയ്ക്ക് 5 ജനറൽ സെക്രട്ടറിമാരേ ഉണ്ടായിട്ടുള്ളൂ. അത്ഭുതകരമല്ലേ? അത് എങ്ങനെയാണെന്നറിയോ? കാരണം ഇവിടെ ജനറൽ സെക്രട്ടറി ആയ ഒരാൾ കയറിയാൽ ചത്ത ഇറങ്ങുള്ളൂ. ചാകുന്ന വരെ അവിടെ ഇരിക്കും. ചാകുന്ന വരെ ഇരുന്ന് ചീഞ്ഞ് പുഴുത്ത് ഇറങ്ങാൻ യോഗമുള്ള ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പണ്ട് EMS പറഞ്ഞു, ഞങ്ങൾ ഈ സർക്കാരിനെ, കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിനെ ഞങ്ങൾ ഇറക്കത്തില്ല, അതവിടെ ഇരുന്ന് നാറിപ്പഴുത്ത് ഇറങ്ങിപ്പോവണം എന്ന് പറഞ്ഞതുപോലെ NSSൻ്റെ മഹത്തായ കസേരയിൽ കയറിയിരുന്ന് നാറിപ്പഴുത്ത് ഇറങ്ങിപ്പോകാൻ യോഗ്യതയുള്ള, അതിന് മാത്രം യോഗ്യതയുള്ള ഒരാളായി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി മാറുന്നു എന്ന് പറയാത്തരമില്ല. കാരണം അദ്ദേഹം വന്നതിന് ശേഷം ഈ സംഘടനയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? NSS ഉയർത്തിപ്പിടിച്ചിട്ടുള്ള എല്ലാ വലിയ ആദർശങ്ങളെയും കാറ്റിൽ പറത്തി അവസരവാദപരമായ രാഷ്ട്രീയത്തിന്, സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി NSSനെ മാറ്റിയില്ലേ? നോക്കൂ, എന്തുകൊണ്ടാണ് ശബരിമല അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ NSSന്
വശപ്പെടേണ്ടി വന്നത്? അതിൻ്റെ മുന്നിലെ കഥ മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മരുമകനുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട്. മകളുടെ ഭർത്താവ് ധനലക്ഷ്മി ബാങ്കിൽ എങ്ങനെ നിയമനം നേടിയെടുത്തു? ഇല്ലാത്ത വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിയമനം കിട്ടിയത് കണ്ടുപിടിച്ചു. സാധാരണ സർവകലാശാലയിൽ നിന്നുള്ള ബിരുദ സർട്ടിഫിക്കറ്റിൽ വൈസ് ചാൻസലറാണ് ഒപ്പിടുന്നതെങ്കിൽ അദ്ദേഹം ഹാജരാക്കിയ ധനലക്ഷ്മി ബാങ്കിൽ ജോലി കിട്ടാൻ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിൽ ചാൻസലറാണ് ഒപ്പിട്ടിരുന്നത്. അത് സംശയം തോന്നി പരിശോധിച്ചപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് കണ്ടെത്തി. അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് വന്നപ്പോൾ രാജിവെച്ചിട്ട് പോയിട്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ ചില ബ്രാഞ്ചുകളിലൊക്കെ പോയി പച്ചത്തെറി വളർത്തിട്ടാണ് ഇറങ്ങിപ്പോയത്. മകളും രാജിവെച്ചു. ഒടുവിൽ എന്തു പറ്റി? ധനലക്ഷ്മി ബാങ്കിൽ ജോലി ചെയ്ത അത്രയും കാലത്തെ ശമ്പളം തിരിച്ചു പിടിക്കാനുള്ള നടപടിയും ഒപ്പം വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലി വാങ്ങിയതിന് കേസെടുക്കാനുള്ള നടപടിയും ആരംഭിച്ചപ്പോൾ ഇടതുപക്ഷ സർക്കാരിലെ ചില ആളുകൾ ഇടപെട്ട് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ നടപടികളിൽ നിന്ന് സുകുമാരൻ നായരുടെ മരുമകനെ രക്ഷിച്ചെടുത്തത്. അതിൻ്റെ നന്ദി കാട്ടാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് സുകുമാരൻ നായർ CPM-ൻ്റെ ഒത്താശക്കാരനായിട്ട് മാറിയത്. നമ്മൾ ആലോചിക്കണം. ഇന്നലെ എന്താ പറഞ്ഞത്? ഉപരാഷ്ട്രപതി അവിടെ വന്നാൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുമോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, ഇന്ത്യയുടെ രാഷ്ട്രപതി, അവരെയൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിട്ടാണോ NSSൻ്റെ ഇപ്പോഴത്തെ സമുദായ ആചാര്യൻ കാണുന്നത്? പെരുന്നയിലെ പോപ്പ് കാണുന്നത്? താടിയിൽ പൂടയുള്ള ഈ നായർ കാണുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് രാഷ്ട്രീയ BJPയുടെ ആളെന്ന നിലയിലാണ് കാണുന്നത്. ഉപരാഷ്ട്രപതി അങ്ങനെയാണ് കാണുന്നത്. എത്ര നിന്ദ്യമായ ആരോപണമാണ്! ഇനി മാത്രമല്ല, സുകുമാരൻ നായർ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലൂടെ NSS എന്ന് പറയുന്ന മഹത്തായ സംഘടനയ്ക്ക് അദ്ദേഹം നേട്ടമല്ല, കോട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സഹസൈന്യാധിപനാണ്. രാഷ്ട്രപതി സർവ്വസൈന്യാധിപൻ, ഉപസേനാനായകനാണ്. അദ്ദേഹത്തിന് NSSലല്ല, എവിടെ വരണമെന്ന് തീരുമാനിച്ചാലും എനിക്കവിടെ പോകണമെന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ, ഇന്ത്യയുടെ സായുധ സേനകളുടെ സഹസൈന്യാധിപൻ തീരുമാനിച്ചാൽ അവിടം ഇവാക്വേറ്റ് ചെയ്ത് അദ്ദേഹം അവിടെ കയറിയിരിക്കും. ഇത് സുകുമാരൻ നായർക്ക് അറിയാമോ? സുകുമാരൻ നായർ ഇതൊന്നും ആലോചിച്ചിട്ടില്ല. അവിടെ കുഞ്ഞാലിക്കുട്ടിക്കും PJ കുര്യനുണ്ടല്ലോ, PJ കുര്യനും മാത്രം കയറാവുന്ന ഒരു സ്ഥലമാണ് പെരുന്നയിൽ സമുദായ ആചാര്യൻ്റെ സമാധി സ്ഥലമെന്ന് കരുതുന്ന ഒരു മനസ്സുണ്ടല്ലോ, കുഷ്ഠം ബാധിച്ച മനസ്സ്. ആ കുഷ്ഠം ബാധിച്ച മനസ്സുള്ള സുകുമാരൻ നായർ ഓർക്കണം, RSS എന്ന് പറയുന്ന സംഘടനയുടെ സമാരാധ്യനായ ഗുരുജിയുമായി മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്ന ബന്ധമെന്തായിരുന്നു എന്ന്. 1960 തിരുവനന്തപുരത്ത് RSSൻ്റെ റാലിയിൽ മന്നം പ്രസംഗിച്ചിട്ടുണ്ട്. മന്നം ഒന്ന് പറഞ്ഞെന്താണ്? RSSൻ്റെ പ്രവർത്തനം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഈ രാജ്യത്തിന് ആവശ്യമാണ് RSS പോലെയുള്ള ഒരു സംഘടന എന്ന് പരസ്യമായി RSSൻ്റെ സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ച ആളാണ് മന്നത്ത് പത്മനാഭൻ. ആ മന്നത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആൾ അദ്ദേഹം ഇരുന്ന പരിപാവനമായ കസേരയിൽ കയറി ഇരുന്നിട്ട് RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ മോശപ്പെട്ട സംഘടനയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തള്ളി പറയുന്നത് NSSനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നറിയോ? പാവപ്പെട്ട സമുദായ അംഗങ്ങൾ പിടിയരി പിരിച്ചുണ്ടാക്കിയതാണെന്നേ. അതുമാത്രമല്ല, വീട്ടിൽ ഈ കോട്ടയംകാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും ഒക്കെ പറഞ്ഞ് അറിയാം, കെട്ടുതെങ്ങുകൾ വീട്ടിൽ നാളികേരം വിടുന്ന തെങ്ങുണ്ടെങ്കിൽ അതിലൊരു തെങ്ങ് കരയോഗത്തിന് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്നുള്ള കിട്ടുന്ന തേങ്ങ കരയോഗത്തിനുള്ള സംഭാവനയാക്കും. അങ്ങനെ പിടിയരി പിരിച്ചും തെങ്ങ് സംഭാവന സ്വീകരിച്ചും ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലാതെ പുത്തൻകുറ്റി പണക്കാരുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഭാവന കൊണ്ടുണ്ടാക്കിയതല്ല മഹത്തായ NSS എന്നുള്ള പ്രസ്ഥാനം. അതുമാത്രമല്ല, നമ്മൾ കന്യാകുമാരി പോകുമ്പോഴത്തേക്ക് കന്യാകുമാരിയിൽ ഉണ്ടല്ലോ വിവേകാനന്ദ സ്മാരകം ഉണ്ടല്ലോ. വിവേകാനന്ദ സ്മാരകം ആരുണ്ടാക്കിയതാണെന്നറിയാമോ? RSS ഉണ്ടാക്കിയതാണ്. RSSൻ്റെ ഏകനാഥ് റാനഡെയുടെ നേതൃത്വത്തിൽ വലിയൊരു ബഹുജന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി, ബഹുജന കൂട്ടായ്മയുടെ ഭാഗമായി വിവേകാനന്ദ സ്മാരകത്തിൻ്റെ പണി തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്നത് മഹാനായ മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിന് ഭാരതമെന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു, ദേശീയത എന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഹിന്ദു എന്നുള്ള അഭിമാനബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം R ശങ്കറുമായി ചേർന്നിട്ട് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കാൻ കേരളം മുഴുവൻ പ്രസംഗിച്ചു നടന്നത്. അങ്ങനെയുള്ള മഹാനായ മന്നത്ത് പത്മനാഭൻ്റെ സംഘടനയാണ് ഇന്ന്
ഇന്ന് ചില ആളുകൾ, ഞാൻ പെട്ടെന്ന് പിണറായി പ്രേമചന്ദ്രനെ വിളിച്ച ആ വാക്ക് ഓർത്തുപോയി. പക്ഷേ ഞാനത് ഇവിടെ പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അവരും നമ്മളൊക്കെ ഒരുപോലെ ആയിപ്പോകും. ഏതായാലും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ അപമാനിക്കുക വഴി, അദ്ദേഹം അങ്ങോട്ട് വരണ്ട എന്ന് വഴി ഈ സുകുമാരൻ നായർ കരുതുന്നുണ്ടാവും ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിയെക്കാളൊക്കെ വലിയ ആളാണെന്ന്. അങ്ങനെയല്ല. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട്, ഒറ്റ പ്രസ്താവന കൊണ്ട്, ഒറ്റ നടപടി കൊണ്ട് വല്ലാതെ ചെറുതായി പോയത്. സുകുമാരൻ നായരല്ല, NSS എന്നുള്ള മഹാപ്രസ്ഥാനമാണ്. അത് കേരളത്തിലെ ലക്ഷക്കണക്കിനായ നായർ സമുദായങ്ങൾ തിരിച്ചറിയണം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അങ്ങോട്ട് കയറണ്ട എന്ന് പറയുന്നൊരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് സാമൂഹ്യ വിരുദ്ധമായ ഒരു ധാർഷ്ട്യമാണ്. ഇതിനെ ചെറുക്കാൻ, തോൽപ്പിക്കാൻ കേരളത്തിലെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് വരിക തന്നെ വേണം. അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ഈ പ്രസ്ഥാനം ചിലർ കണ്ടല്ലോ, നമ്മളിരിക്കേണ്ടടുത്ത് ഇരിക്കേണ്ടവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കും എന്ന് പറയുന്ന പോലാണ് പെരുന്തയിൽ സുകുമാരൻ നായർ ഇരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാജ്യത്തെ അപമാനിക്കുന്ന നിലപാടാണ് ഈ ജനറൽ സെക്രട്ടറി കസേരയിലിരിക്കുന്ന വിദ്വാൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർത്തമാനം നമുക്ക് അവസാനിപ്പിക്കാം.